ഹലോ ഫ്രണ്ട്സ്, ഫ്ലിപ്സ് ഓൺ സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി, നിങ്ങൾ എൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ്. ഇന്ന് സഫാരി നിങ്ങൾക്ക് കാണിക്കുന്നത് സഫാരി ഉണ്ടാക്കിയ ഒരു മുളക് തൈ. ആ മുളക് തൈയിനെ സംബന്ധിച്ചിട്ടാണ്. ഇതിൻ്റെ കുറച്ച് വിത്തുകൾ നമുക്ക് ബ്ലോക്കിൽ നിന്ന് കിട്ടിയതാട്ടോ, കൃഷിഭവനിൽ നിന്ന്. അങ്ങനെ ഞാൻ കുറച്ച് തൈകളൊക്കെ കൊണ്ടുവന്ന് നട്ടിരുന്നു. അങ്ങനെ അതിൻ്റെ ഒരു മദർ തൈ ഉണ്ടായി. ആ മദർ തൈയിന് ഏകദേശം നല്ല വിളവെടുപ്പ് കിട്ടി. പിന്നെ അതിൽ നിന്നുള്ളൊരു വിത്ത് ഞങ്ങൾ കുറച്ച് ഉണക്കിയിട്ട് വെച്ചിരുന്നതാണ്. ഈ സ്ഥലത്താണ് ഞങ്ങൾ ഉണക്കാൻ വെച്ചിരുന്നത്. ആ സ്ഥലത്ത് നിന്ന് പിന്നെ ഒരു വിത്ത് നിലത്ത് വീണ് ഇവിടെ ആണ് അത് മുളച്ചുണ്ടായത്. അങ്ങനെ ഉണ്ടായതിൻ്റെ ശേഷം ഞങ്ങളതിനെ നല്ലോണം പരിപാലിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വേനൽക്കാലത്തും അതിനൊക്കെ അടിയിൽ നനവൊക്കെ കൊടുത്തു. അങ്ങനെ ഉണ്ടായതിൻ്റെ ശേഷം കുറച്ചും കൂടി ആകുമ്പോൾ ഞങ്ങളിവിടെ കുറച്ച് മണ്ണിട്ട് കൊടുത്തു. അപ്പോൾ ആ മണ്ണിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ വൈഫാണ് കേട്ടോ ഇത് ഇങ്ങനെ കെട്ടിക്കൊടുത്ത് ഉഷാറാക്കി. അങ്ങനെ അതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഓരോ ദിവസം ഉണ്ടാകുന്ന പച്ചക്കറി വേസ്റ്റുകളൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ കൊടുന്നു. അങ്ങനെ ഏകദേശം അതിപ്പോൾ ഉണ്ടായി നല്ലൊരു രൂപത്തിലെത്തി. മഴക്കാലം കൂടി ആയപ്പോൾ അതിന് നല്ല വെള്ളം കിട്ടുന്നത് തോന്നുന്നുണ്ട്. നല്ല മുളകൊക്കെ ഉണ്ടായി. ഇന്ന് വിളവെടുത്ത മുളകുകളാണിത്. മുളകുകളുണ്ട്. ഇനിയിപ്പോൾ വിളവെടുക്കാൻ ബാക്കിയുണ്ട്. പിന്നെ അതിൽ നിന്ന് തന്നെ കുറച്ച് വിത്തും കിട്ടിയിട്ടുണ്ട്. 2 വിത്തുകളുണ്ട്. ഇപ്പോൾ കാണാം. മാത്രമല്ല ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇനിയിപ്പോൾ അത് പൊരിച്ച് നോക്കാൻ നമുക്ക് കഴിയും. പൊരിച്ചിട്ട് പിന്നെ പറയാം അങ്ങനെ ഉണ്ട് ഈ ടേസ്റ്റ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും പരീക്ഷിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് കൃഷിഭവനിൽ നിന്ന് കിട്ടുന്ന വിത്തുകളുണ്ടല്ലോ, അതൊന്നും നഷ്ടപ്പെടുത്തരുത്. അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതുപോലെ അതല്ലാതെ കാണാം ഇവിടെ വേറൊരു മുളക് തൈ. ഇതൊന്നും കൃഷിഭവനത്തെ അല്ല, ഇത് പക്ഷേ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ചട്ടിയാണ്. അതുപോലെ ഇത് കാണാം വെള്ള വൈറ്റാണിത്, വൈറ്റ് മുളകാണിത്. നമ്മൾ ഉണ്ടായിട്ടില്ല. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇതുപോലെ ഒരു വീഡിയോയിൽ വന്ന് കാണിച്ചു തരാം. ഓക്കെ.